ഹായ് അപ്പം ഇന്ന് ഗയ്സ് ഞാനുള്ളത് തറവാട്ടിലാണ്. അപ്പം നല്ല മഴ പെയ്യുന്നതുകൊണ്ട് ഇവിടെ വന്നതാണ്. എൻ്റെ കൂടെ ഒരു ചെറിയ ആളുണ്ട്. ബ്രിട്ടോ ആണ്. ബ്രിട്ടോ ഇതുവരെ വ്ളോഗിൽ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ വെക്കണം. ഞാൻ വിചാരിച്ചു ഇന്ന് ബ്രിട്ടോൻ്റെ ഒപ്പം വ്ളോഗ് എടുക്കുന്നത്. നമ്മുടെ ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങളും ചെറുതായി മാറി വരുന്നുണ്ട്. ഇപ്പോൾ ചെറിയ മഴ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരം ഇളക്കുന്നുണ്ട്. സിറ്റ് കണ്ടോ, ഭയങ്കര അനുസരണയാണ് നിങ്ങൾ വിചാരിക്കും, പക്ഷെ തീരെ അനുസരണയില്ല. ബ്രിട്ടോനെ ഇങ്ങോട്ട് വിളിച്ചാൽ ഓപ്പോസിറ്റ് പോവും. അതായത് ഇങ്ങോട്ട് വിളിച്ചാൽ പൊതുവേ വരാറില്ല. മണം പിടിച്ച് പോകും. ഇവിടെയൊക്കെ വഴുക്കുണ്ട്, എന്നെ വലിച്ച് കൊണ്ടുപോവാം. പിന്നെ അങ്ങനെയാണ്, നമുക്ക് ഈ ഗേറ്റ് എന്തായാലും അടക്കാം, അല്ലെങ്കിൽ പുറത്തേക്ക് പോകും. എന്നാലും അവൻ്റെ കഴുത്തിൻ്റെ അവിടെയൊക്കെ കുറച്ച് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇപ്പം മഴയുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് അധികം ഇറക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇറക്കിയതേ ഉള്ളൂ. അപ്പം ഇവനെന്തിനാണ് അവിടെ ഇങ്ങനെ നിന്ന് അങ്ങോട്ട് നോക്കുന്നത് വെച്ചാൽ ഇവനറിയാം, അതായത് നമ്മൾ 2 നേരമാണ് ഫീഡ് ചെയ്യുക, അതായത് ഉച്ചക്കും രാത്രിയും. അപ്പം ഇവന് ഇവിടെ നിന്ന് അറിയാം എന്തായാലും ഫുഡ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ കള്ളൻ. ഇവൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഭയങ്കര കള്ളൻ. അതായത് കയറി പോകുന്നുണ്ടോ, ഇങ്ങോട്ടോടെ കയറി എങ്ങും പോവും ഫുഡ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അതായത് എന്താ പറയണ്ടേ, കള്ളന് കഞ്ഞി വെക്കാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു തന്നെ ഇവന് കള്ളത്തട്ടിപ്പാണ്. ഫുള്ള് കള്ളത്തട്ടിപ്പാണ് ഇവൻ. ഒരു സാധനം, അതായത് ഇവൻ്റെ പൊതുവെ നായകൾക്ക് പൂച്ചയായിരിക്കും ശത്രു, പക്ഷെ ഇവന് ഇതിലെ ഒരു വണ്ടി പോയിക്കൂടാ, അപ്പം ഇവൻ കുരക്കാൻ തുടങ്ങും. പിന്നെ പ്രത്യേകിച്ച് പൂച്ചേനെ കണ്ടാൽ പറയണ്ട, പൂച്ചേനെ എങ്ങനെ തിന്നേ പറ്റുമെന്നുള്ള ഒരാക്രാന്തത്തോടെയാണ് മൂപ്പര് നടക്കുന്നത്. ചെറുതായി മെലിഞ്ഞിട്ടുണ്ട്. ഇവൻ്റെ ചെവിക്കും കാര്യങ്ങളിലെല്ലാം ചെറിയ ഫംഗൽ ഇൻഫെക്ഷനും, അതായത് സ്കിൻ റെഡായി വരില്ലേ, അതുപോലെ തന്നെ രോമം നല്ലോണം കൊഴിയൽ, അതൊക്കെ ഉണ്ട്. അതായത് കൂട്ടുന്ന ഇറക്കിയിട്ട് എന്തുകൊണ്ട് ഇവനിടുന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ മൂപ്പർക്ക് മധുരം എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇഷ്ടമാണ്. മധുരത്തോണ്ടുള്ള കേക്ക്, ബിസ്ക്കറ്റ്, അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും എന്ത് കൊടുത്താൽ തന്നെ ഇത് തിന്നും. നമ്മളെല്ലാം അങ്ങനെ കൊടുക്കാറില്ല, ലിമിറ്റ് ചെയ്തിട്ട് കുറച്ചായിട്ടേ കൊടുക്കില്ലു. അതായത് ബിസ്ക്കറ്റ് ആണെങ്കിലും 1 or 2 അങ്ങനെ കൊടുക്കില്ലു. അതായത് മധുരം അധികം കൊടുക്കുന്ന നായകൾക്ക് മോശമാണെന്ന് ഞാനിവിടെയോ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം പിന്നെ അതൊരു കാരണം. പിന്നെയെന്ന് വെച്ചാൽ ഇതിന് കൂട്ടിലിരിക്കാൻ ഒരു വക താല്പര്യമില്ലാത്തൊരു പട്ടിയാണ്. കൂട്ടിലിരിക്കുമ്പോൾ മഴ വരുമ്പം കുറച്ചുകൊണ്ടിരിക്കും. അതായത് ഇവന് മഴയത്ത് പുറത്തിറങ്ങണം, അങ്ങനത്തെ എന്തെല്ലോ കണ്ടീഷനൊക്കെ ഉള്ള ആളാണ്. അതായത് വലിയ പൈസയുടെ ഷാമ്പൂലേക്ക് കുളിക്കൂ, അതുപോലെ തന്നെ കൂട്ടിൽ ഫാൻ വേണം, അതുപോലെ തന്നെ ഇവന് ഇടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നും, പുറത്തേക്ക് ഇറങ്ങണം. 2 തവണ ഇവന് മിസ്സായിന്, 2 തവണയും കിട്ടി നമുക്ക്. ഒരു തവണ ഇവൻ തന്നെ വന്നതാണ്. ഫസ്റ്റ് തവണയാണ് ശരിക്കും പേടിച്ചത്. കാരണം വെച്ചാൽ ഇവൻ എവിടെയോ ഒരു കുന്നിൻ്റെ മുകളിൽ പോയിട്ട് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനത് ബ്ലോഗ് പറഞ്ഞിന്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പക്ഷെ നിങ്ങൾ വിചാരിച്ചല്ല, വെറും കള്ളന. ഈ ഒരു രൂപത്തിൽ നിൽക്കുന്നേ ഉള്ളൂ. കാണുമ്പോൾ നിങ്ങൾക്ക് പാവം കൊഞ്ചിക്കാനും തോന്നും, പക്ഷെ തക്കം കിട്ടിയാൽ നിങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ വെച്ച സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും അവന് കിട്ടിക്കഴിഞ്ഞാൽ അവൻ കൊണ്ടുപോകും, ഉറപ്പ് കൊണ്ടുപോകും. ഓക്കെ, ഇവിടുന്ന് നിൽക്കുന്നത് വെച്ചാൽ ഇവിടുന്ന് ഫുഡ് കിട്ടുന്നതുകൊണ്ട് മാത്രം ഇങ്ങനെ കിട്ടും, അല്ലെങ്കിൽ ഇവൻ ഓടിപ്പോണ്ട സമയം കഴിഞ്ഞു. അതായത് ഇവനിങ്ങനെ റോപ്പ് ഇല്ലാണ്ട് അടക്കി കഴിഞ്ഞാൽ ഇവന് മനസ്സിലാവും. അതായത് നായ്കൾക്ക് പറയുന്ന ഭയങ്കര ബുദ്ധിയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ റോപ്പ് ഇവൻ്റെ, അതായത് ഈ ലീഷ് ഇവന് ഇട്ട് കൊടുത്തില്ല ഉണ്ടെങ്കിൽ ഇവനിവിടെ നിൽക്കില്ല. ഇവിടുന്ന് അങ്ങോട്ട് പോയി റോട്ടുമ്മേക്ക് പോയി ഓടും, നമ്മളെ ഇട്ട് വലിക്കുവൻ. അതുപോലെ ഇപ്പം മഴ കൂടി നമുക്ക് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാം. കണ്ട, ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കുമ്പോൾ അങ്ങോട്ട് പോയി ഇവന് ഒരു സ്ഥലം കണ്ടാൽ നിൽക്കില്ല. എല്ലാ സ്ഥലത്തും ഇവന് പോയി ആദ്യം സാധിക്കണം, അതായത് മൂത്രം ഒഴിക്കണം. അതാണ് ഇവൻ്റെ ഒരു ഇത്. കണ്ട ഒരു ഓട്ടോ പോയി ഇപ്പം കുരക്കുന്നു. ഇവനെന്തായാലും മഴയത്ത് ഇറക്കണ്ട. ചെറിയ രീതിയിൽ മഴ നനയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവന് ഫുള്ള് ഒപ്പിക്കൊടുത്ത് അല്ലെങ്കിൽ ഉണക്കി കൊടുത്തിട്ട് കൂടുതൽ കയറ്റാൻ പറ്റും. ഇതുപോലെ തന്നെ കയറ്റിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫംഗൽ ഇൻഫെക്ഷൻ നല്ലോണമായിട്ട്
ബാധിക്കുന്നത് വെച്ചാൽ മഴ കൊള്ളുമ്പോൾ അല്ലെങ്കിൽ ഈർപ്പടിക്കുന്നതുകൊണ്ടാണ് മെയിനായിട്ട് ഇത് ബാധിക്കുന്നത്. ചില രീതിക്ക് ചിലപ്പം സ്കിന്നിൽ വെള്ളം അധികം തട്ടുമ്പോഴും അതുപോലെ തന്നെ ഓവർ ചൂട് വയ്ക്കുമ്പോഴും ഇവർക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവനിപ്പം കൂട്ടിൽ ഫാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. കണ്ട 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 മധുരം എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഒരേ ഒരാൾ. കണ്ട 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 ഓ മതി 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 മതി. അതിപ്പം വാതിൽ തുറന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കുരച്ച്, അതായത് മോൻ കിട്ടിയ അടങ്ങുന്നില്ല രീതിക്കാണ് നിൽക്കുക. ആ മതി മതി. മധുരപ്രാന്തെന്ന് വെച്ചല്ലേ ഇങ്ങനത്തെ ഒരു മധുരപ്രാന്ത്. വേണ്ട നിൽക്കടോ 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 നിൽക്കടോ. പിന്നെ ഇവനിപ്പം വരിക്കച്ചക്ക കൊടുത്തല്ലോ, അതായത് നിങ്ങൾ എന്ത് മധുരമുള്ള സാധനം കൊടുത്തോ അപ്പെല്ലാം ഇവൻ തിന്നും എന്തായാലും. അത് മധുരം എന്നുള്ള സാധനം അതിലുണ്ടെങ്കിൽ എന്തായാലും തിന്നിരിക്കും. കണ്ടോ പരാക്രമ ഉള്ളിലേക്ക് പോകാനുള്ള പരാക്രമ. ഉള്ളിൽ പോയിട്ട് എന്തെങ്കിലും തിന്നണം, അതിൻ്റെ പരാക്രമമാണ് ഇവൻ കാണിക്കുന്നത്. പിന്നെ ഇവന് വണ്ടിന് ഇഷ്ടമല്ല, ഒരു കൊതുവിനെ പോലും വെച്ചേക്കില്ല. അതായത് ഇവനെ കടിക്കുന്ന എല്ലാ കൊതുവിനും തിന്നും. ഇപ്പോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള അഭ്യാസം. കേക്ക് എന്ന് പറഞ്ഞാൽ ജീവനാണ്. ഇപ്പോൾ കേക്ക് കൊടുക്കുമ്പോൾ ക്യാച്ച് പിടിക്കാൻ എന്താ ക്യാച്ച് പിടിച്ചു. എല്ലാം ക്യാച്ച് പിടിക്കാനും കാര്യങ്ങളും അറിയാം. ബിസ്ക്കറ്റ് കൊടുത്താലും കേക്ക് കൊടുക്കാനും വേണ്ട. ഇപ്പോൾ ക്യാച്ച് പിടിക്കും. അതൊന്നും വേണ്ട ക്യാച്ച് പിടിച്ചു. എല്ലാം ക്യാച്ച് പിടിക്കും. പിന്നെ ആകെ അറിയുന്ന അനുസരണയിലെ സംഭവം എന്ന് വെച്ചാൽ ഷൈക്കാൻ്റെ ഇടക്ക് തരും, ഇടക്ക്. അതും അവന് തോന്നിയാൽ പിന്നെ ഇടക്കിരിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഓടിപ്പോവാനാ ബെസ്റ്റാണ്. ഓട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നിൽക്കില്ല. ഇതില്ലോണ്ടാണ് ഞാനിപ്പം ഇവിടെ നിർത്തിരുത്തില്ലേ. പിന്നെ ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ നിൽക്കും, അല്ലെങ്കിൽ ഇവിടെ നിൽക്കില്ല. ഓട്ടം എന്ന് പറഞ്ഞാൽ പരിസരത്ത് കാണില്ല. സോ ഇവൻ കേക്കെല്ലാം തിന്നു കഴിഞ്ഞു. എന്നിട്ട് കൊട്ടേനെ വരെ വെറുതെ വിടുന്നില്ല. അവന് സംശയം, കൊട്ടയിൽ വരെ കേക്ക് ഉണ്ടെന്ന് പറയുന്ന സംശയം. എടാ 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 ഇങ്ങോട്ടാ. നമ്മളെ ഇതെല്ലാം ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങളെല്ലാം മാറി വരുന്നുണ്ട്. ഇവിടെയെല്ലാം ഉണ്ടായിരുന്നു. സോ വട്ടീൻ്റെ അടുത്തും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ കണ്ട ഉറുമ്പിനെ വരെ വെറുതെ വിടുന്നില്ല. അവിടെ ചെറിയ ഉറുമ്പുണ്ടായിരുന്നു, അതിനെ വരെ വെറുതെ വിടുന്നില്ല. അതിനെ വരെ വന്നു. ഒരു കുരുത്തം കെട്ട ഒരുത്തനാ. ഇവന് ഇക്കിളാക്കുന്ന ഇഷ്ടമല്ല. ഇവന് ഇവിടെ ഇക്കിളാക്കി ഇവന് ഇഷ്ടമല്ല. കണ്ട അങ്ങനെയാണ് ഇവൻ്റെ ഒരു കാര്യം. പിന്നെ ഇതിപ്പം ഫംഗൽ ഇൻഫെക്ഷൻ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവനെ ആഴ്ചയിൽ കുളിപ്പിക്കും. സത്യത്തിൽ ഞാൻ കുറേ റീൽസും കാര്യങ്ങളും കണ്ടതെന്ന് വെച്ചാൽ ഡോഗ്സിനെ മാസത്തിലൊരിക്കൽ കുളിപ്പിക്കേണ്ട ആവശ്യമില്ലൂ എന്നാണ് പറയുന്നത്. ബാക്കി എല്ലാ ദിവസവും, അതായത് 2 ദിവസം കൂടുമ്പോൾ നമ്മൾ നായനെ, അതായത് രോമം ഇല്ലതും ഇല്ലാത്തതും ആയിക്കോട്ടെ, ഞാൻ ഒരു ദിവസം കൂടുമ്പോഴാണ് ഇപ്പോൾ കോമ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഞാൻ അല്ലെങ്കിൽ കോമ്പ് ചെയ്യാലില്ലായിരുന്നു. അപ്പം ഡെയിലി കോമ്പ് ചെയ്യണം. പിന്നെ വെള്ളത്തിലൊന്നും ഇറക്കരുത്. ഡെയിലി ഇപ്പം കോമ്പ് ചെയ്യലുണ്ട് ഇവനെ. ഓക്കെ, ഒരു മാസത്തിനുള്ളിൽ റെഡിയാവുമെന്ന് വിചാരിക്കുക. അടുത്ത കേൾക്കുക. അതായത് ഇവൻ തിന്നുന്നിടയ്ക്ക് കയ്യോ ഇതോ കൊണ്ടായാൽ ഒന്നിക്കോ മുക്കറിടും, അതായത് പേടിപ്പിക്കും. അല്ലെങ്കിൽ നമ്മളെ കൈ കൊണ്ടുപോകുന്നതിന് മുമ്പേ തിന്നിട്ട് കഴിക്കും എങ്ങനെയായാലും. അതായത് നിങ്ങൾ ചിക്കനാറ്റം ഇവൻ്റെ മുമ്പിൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ പേടിപ്പിക്കാൻ തുടങ്ങും. അത് നമ്മൾ എടുക്കുന്നവനെ അതറിയാം. അതുകൊണ്ട് തന്നെ അവനെ പെട്ടെന്ന് തിന്നും. അല്ലടോ അതായത് പറഞ്ഞാൽ വീട്ടിലത്തെ ഒരു പോക്കിരി. അതായത് നിങ്ങൾ ചെറുതാന്ന് വിചാരിച്ച് തള്ളിക്കളയണ്ട. എല്ലാ പണിയും എന്തൊക്കെ പണി ആക്കിത്തരാൻ പറ്റുമോ അതെല്ലാം ഈ മുറുങ്ങാമണി പോലത്തെ ചെറിയ സൈസിൽ ഇവൻ ആക്കിത്തരും. അതാണ് ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന് മുന്നേ ഫംഗൽ ഇൻഫെക്ഷൻ കുറച്ച് നല്ലോണം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചതാണ് എങ്ങനെയല്ലോ. അപ്പം ഈ നല്ലോണം ചൊറിച്ചിലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതായത് ഇവൻ 1 മിനിറ്റ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവൻ ചൊറിയാൻ തുടങ്ങും. ഇപ്പം അധികം ചൊറിച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല, അത് നിന്നു. അതായത് ആ ചൊറിയുന്നതും കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുണ്ട്. അത് തന്നെ എത്രയോ വലിയ മാറ്റമാണ്. അതായത് നമ്മളെ സംബന്ധിച്ച്
അതൊക്കെയെന്ന് വെച്ചാൽ ഇവന് വേണ്ടിയിട്ട്, അതായത് നിങ്ങളൊരു ഡോഗിനെ വാങ്ങുമ്പോൾ അതിന് നിങ്ങൾ വീട്ടിലുണ്ടായിരിക്കണം. അതായത് നിങ്ങൾ വാങ്ങിയ ആളാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. അതായത് ഡോഗ്സിനെ എപ്പോഴും നമ്മളെ വീട്ടുകാർക്ക് നോക്കാനൊന്നും പറ്റില്ല. നമ്മൾ നോക്കുന്ന കണക്ക് അവരോട് നോക്കാൻ പറഞ്ഞാൽ അവർക്ക് വീട്ടിലത്തെ പണിയും എടുക്കണം, പിന്നെ ഡോഗ്സിനെയും നോക്കണം എന്ന് പറഞ്ഞാൽ ഇരട്ടിപ്പണിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഡോഗ്സിനെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ തന്നെ ഒരു ജോലി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി ഡോഗ്സിനെ വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഡോഗ്സിനും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന സാധനം ഭയങ്കര അധികമാണുള്ളത്. അപ്പം നിങ്ങൾ മിസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിന് ഡിപ്രഷനും കാര്യങ്ങളും അടിക്കും. സോ നമ്മുടെ മനുഷ്യന്മാരെ പോലെ പട്ടികൾക്കും ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞാൻ തന്നെ വീട്ടിൽ നിന്ന് ഒരാഴ്ച മാറി നിന്ന പിന്നെ ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുന്ന ദിവസം അക്രമമായിരിക്കും. അതായത് എന്താ പറയുക, എന്നെ കണ്ട് കാണാത്തൊരു കളി കളിക്കും. എന്നെ തുള്ളി ചാടി എൻ്റെ വട്ടെല്ലാം കറങ്ങി അങ്ങ്, അതായത് അവൻ്റെ സ്നേഹം അവൻ എന്തായാലും കാണിക്കും. എന്തൊക്കെ ഒപ്പിച്ച് വെക്കുന്നുണ്ടോ, എങ്ങോട്ടൊക്കെ പോകുന്നുണ്ടോ. ഞാൻ ഒരാഴ്ച മാറി നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ഇതാവും, എന്നെ കാണുമ്പോൾ തുള്ളി മറിയും. അതായത് അവന് അത്രയും വലിയ സന്തോഷം ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ പോലും കാണില്ല. അങ്ങനെയാണ് നായ്ക്കൾ. പിന്നെ ഇവൻ്റെ ചെവിയിലും മൂക്കിൻ്റെ, അതായത് വായൻ്റെ സൈഡിലും പിന്നെ അതായത് വയറിൻ്റെ അടിയിലുമാണ് ഇപ്പം മെയിനായിട്ട് ഉള്ളത്. പിന്നെ ചങ്കിൻ്റെ താഴെ കുറച്ചുണ്ട്. സോ അതൊക്കെ മാറി മാറി വരുന്നുണ്ട്. നമുക്ക് മാറി മാറി ഫുള്ള്, അതായത് ഇവൻ്റെ പഴയൊരു ലുക്കുണ്ട്. പഴയൊരു ലുക്ക് എന്ന് പറഞ്ഞാൽ ആരും നോക്കിപ്പോയി. അതായത് പണ്ട് നമ്മൾ ബീച്ചിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കരമായിട്ട് ആളും കാര്യങ്ങളിലും നോക്കും ഇവനാണ്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര വെളുത്തിട്ടാണ് ഇവൻ. അതുപോലെ തന്നെ എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പക്ഷേ വീട്ടിലുണ്ടെങ്കിൽ ആരോടും അടുക്കില്ല. ഓക്കെ, ആദ്യം കുറച്ച് പേടിപ്പിക്കുമെങ്കിലും പിന്നെ മെല്ലെ രീതിക്ക് എടുക്കും. അപ്പം നമുക്ക് എന്തായാലും ഇവനെ ഇനി കൂട്ടിക്കയറ്റാം. സോ ഇവൻ്റെ ഫംഗൽ ഇൻഫെക്ഷനും കാര്യങ്ങളും മാറിയിട്ട് നല്ല വൃത്തി നമുക്ക് ബീച്ചിലും വീട്ടിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുക, അവിടെയൊക്കെ നമുക്ക് കൊണ്ടുപോകുന്നുണ്ട്. സോ ആൾക്കിപ്പം ഏകദേശം 9-10 വയസ്സായി. ഞാൻ +1 പഠിക്കുന്ന സമയത്ത് 45 ദിവസം ഉണ്ടാകുമ്പോൾ കൊണ്ടുവന്ന ഒരേ ഒരു സാധനം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആ സമയം ടൈം ഉണ്ടായിരുന്നു. 2 മാസമാണോ 3 മാസമാണോ എന്നറിയില്ല. 10 കഴിഞ്ഞിട്ട് +1 ചേരാനെത്തുന്ന സമയത്താണ് ഇവനെ കൊണ്ടുവന്നത്. അതായത് ആ സമയത്ത് വെച്ചാൽ എനിക്ക് നല്ലോണം സമയം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പട്ടിയെ മേടിക്കണം എന്ന് പറഞ്ഞാൽ വളരെ പണ്ട്, അതായത് ഞാനൊരു ഹൈസ്കൂൾ ടൈമിലല്ല, അതിനേക്കാൾ UP LP പഠിക്കുമ്പോൾ തന്നെ എനിക്ക് നായ്ക്കളോടെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനുണ്ടായത്. അതായത് എവിടെ ഒരു നായിനെ കണ്ടാലും ഞാൻ ആദ്യം തൊടാൻ പോകും, എടുക്കാൻ പോകും, അങ്ങനെ ഒരു ഇതാണ് ഉണ്ടായിരുന്നത്. അപ്പം എൻ്റെ ചേട്ടൻ പണ്ടൊരു നായനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ അല്ല, നാടൻ പട്ടിയായിരുന്നു. അപ്പം അതിനെ വീട്ടിൽ കയറ്റാണ്ട് അതിനെ വേറെ കൊടുത്ത് ഒഴിവാക്കിയ ചെയ്തത്. അപ്പം ഇവനാണ് ഫസ്റ്റ് നമ്മളെ ഇവിടുത്തെ ഫസ്റ്റ് നായ. സോ ഇവന് 10 വയസ്സായപ്പം. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. സോ അപ്പം ഇവനുമായിട്ടുള്ള അടിപൊളി വ്ളോഗ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം അത് ഇനി ഇവൻ്റെ ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങളും കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇപ്പം മഴക്കാലമാണ്, അധികം ഇറക്കാൻ പറ്റൂല. പിന്നെ ഇവൻ കൂട്ടിൽ നിൽക്കാത്തതുകൊണ്ട് ഇന്ന് ഇറക്കണം എന്ന് വിചാരിച്ച് ഇറക്കിയതാണ്. പിന്നെ പിള്ളേരൊക്കെ ഒച്ചയാക്കിയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇവൻ സ്റ്റെപ്പുമ്മ കയറി നിന്നിട്ട് ഉള്ളോട്ട് പോകാനുള്ള പ്ലാനാണ്. സോ അതിന് മുമ്പേ ഞാൻ കൂട്ടിക്കയറ്റാം, അതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ, സോ ഇതിലും നല്ല വ്ളോഗായി നാളെ കാണാം. സോ ബൈ.